ഇവരുടെ 3 പേരുടെയും ഏറ്റവും വലിയൊരു വെൽത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടർ അല്ല. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഹെയ്റ്റിനെക്കാട്ടും ഏറ്റവും ഭംഗിയുള്ള ഇമോഷൻ ലവ് ആണല്ലോ. അപ്പോൾ അത് എപ്പോഴും എങ്ങനത്തെ ലവ് ആണെങ്കിലും അവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് കാണുന്നവർക്ക് അത് ചർച്ച ചെയ്യപ്പെടട്ടെ. വലൻസിയർ, ജോജു, സുരാജ്, പ്രത്യേകിച്ച് സുരാജ് ജോജുവിനെ ഏട്ടാന്നൊക്കെ വിളിക്കുമ്പോൾ വല്ലാത്തൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് കാസ്റ്റിംഗ് ആണല്ലോ. ഈ സിനിമയിൽ മറ്റൊരു പ്രധാന ഒരു തലം എന്ന് പറയുന്നത് നിഖിലും ആതിരയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ചെങ്കിലും ഇവരുടെ റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നു കസിൻസിന്റെ. പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ തന്നെ അതിലൊരു ശരി തെറ്റുകളൊന്നും ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് പാസ് ചെയ്യാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാനിപ്പോൾ പറഞ്ഞ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോഴും സേതു ആയിരുന്നു ആദ്യം മനസ്സിലേക്ക് വന്നത്. സേതു എനിക്കൊരു സത്യം പറഞ്ഞ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. സേതു ഞാൻ കണ്ടിട്ടുള്ള ഒരാളെ ഇൻസ്പയർ ചെയ്തിട്ടായിരുന്നു സേതുവിനെ എഴുതിയത്. എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആയിരുന്നു ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്. ഞാൻ ഒരുപാട് പഠിക്കാൻ പറ്റി. എനിക്കിപ്പം സിനിമയുടെ ലാംഗ്വേജ് ഇറ്റ്സ് ബിയോണ്ട് ഒരു ഭാഷയുടെ ഇതിനൊക്കെ പുറത്താണ് സിനിമയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു രസമായിട്ടുള്ളൊരു കൊളാബറേഷനാണ്. ഇത് മലബാർ ജേണലിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നാരായണീൻ്റെ 3 ആൺമക്കൾ എന്ന സിനിമയുടെ സംവിധായകനായ ശരൺ വേണുഗോപാലാണ്. ഈ സിനിമയെ പറ്റി സംസാരിക്കുമ്പോൾ, അതായത് നാരായണീൻ്റെ 3 ആൺമക്കളെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് തുടങ്ങാമെന്ന് തോന്നുന്നു. ഇപ്പോൾ പൊതുവേ സിനിമകൾക്ക് പോകുമ്പോൾ നല്ല സിനിമയെന്ന അഭിപ്രായം വന്നാൽ ഞാൻ എൻ്റെ അമ്മയും കൊണ്ടുപോകാറുണ്ട്. അമ്മേനെ കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും നല്ല സിനിമ പറഞ്ഞ് കൊണ്ടുപോകണം പല സിനിമകളും അമ്മയ്ക്ക് ഇഷ്ടപ്പെടാറില്ല. ഈ സിനിമയെ കുറിച്ച് അമ്മ നല്ല സിനിമയാണ്, ഒരു ഫാമിലി മൂവിയാണെന്നൊക്കെ അഭിപ്രായം വന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ 2-3 ദിവസമാണ് പോയത്. അതും പാലക്കാട് നിന്നാണ് ഞാൻ ഈ സിനിമ കണ്ടത്. തിയേറ്ററിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ ആദ്യം തൊട്ടേ സ്കെപ്റ്റിക്കലായിരുന്നു ഇതിനെപ്പറ്റി. അപ്പോൾ പൊതുവെ ഒരു സിനിമ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു നല്ല സിനിമയൊക്കെ കണ്ടിട്ട് 1-2 ആഴ്ച, ചിലപ്പോൾ ചില സിനിമയൊക്കെ അമ്മ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പോൾ 1-2 ആഴ്ച കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് ആ സിനിമയിലത്തെ ആ ക്യാരക്ടറിനെ പറ്റി അല്ലെങ്കിൽ ആക്ടറിനെ പറ്റിയൊക്കെ ചോദിച്ചാൽ അത് ഏതാ സിനിമ, അതാരാന്നൊക്കെ ചോദിക്കും. അത്ര പോലും മനസ്സിൽ നിൽക്കാറില്ല. പക്ഷേ ഈ സിനിമ കഴിഞ്ഞിട്ട് തിരിച്ചു പോണ വഴിക്ക് അമ്മ പറഞ്ഞു, ഇത്രയും നല്ലൊരു സിനിമ ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല, എന്ത് നല്ല ക്യാരക്ടേഴ്സ്, എല്ലാവരും ഞാൻ എവിടേക്കോ കണ്ട ആൾക്കാരെ പോലെ ഉണ്ട്. കാരണം അമ്മ കോഴിക്കോടുകാരിയാണ്. അപ്പോൾ ആ ഒരു ഫീലിംഗാണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ തിയേറ്ററിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തിയേറ്ററിൽ വലിയൊരു ആൾക്കൂട്ടോ ഓളൊന്നും സൃഷ്ടിക്കാൻ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. അധികം ആളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ OTTയിൽ ഇറങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല റിസപ്ഷനാണ് കിട്ടുന്നത്. അതായത് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു OTTയിൽ ഇറങ്ങിയ ശേഷം പലർക്കും ഇഷ്ടപ്പെടും. പക്ഷേ അതിനൊപ്പം തന്നെ ഇതൊരു ചർച്ചാ വിഷയമാവുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. പക്ഷെ ഇപ്പോൾ കിട്ടുന്ന OTTയിൽ കിട്ടുന്ന റിസപ്ഷനും തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ കിട്ടിയ ഒരു റിസപ്ഷനെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം ഏതൊരു ഫിൽം മേക്കറിനും എനിക്ക് തോന്നുന്നു തിയേറ്റർ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. കാരണം നമ്മൾ സിനിമ ചെയ്യുമ്പം അത് തിയേറ്ററിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സിനിമയുടെ കാര്യമാണെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആസ്പെക്ട് റേഷ്യോ ആണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ സൗണ്ട് ഡിസൈൻ ആണെങ്കിലും ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റിൽ പറയുവാണെങ്കിൽ അത് തിയേറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ ഈ എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോകണം. പക്ഷേ നമ്മളൊരു റിയാലിറ്റിയിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചായിട്ട് ഒരു സർട്ടൻ കൈൻഡ് ഓഫ് ഫിലിംസിന് മാത്രമാണ് ആൾക്കാർ തിയേറ്ററിലേക്ക് പോകാനൊരു പുഷ് വരാറുള്ളൂ. ആൾക്കാർക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം നമുക്ക് ഒരു കോമൺ ഓഡിയൻസിന് തിയേറ്റർ ഗോയിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ നമുക്ക് ചെറിയ സിനിമകൾക്ക് അങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്ന അവിടെയാണ് ഇപ്പോൾ OTT പോലെയുള്ള മാധ്യമങ്ങളുടെ ഒരു എന്താ പറയുക റെലവൻസ്. ഇപ്പം ഉറപ്പായിട്ടും നമുക്ക് ഇനീഷ്യൽ ഒരു 3-4 ദിവസങ്ങൾക്ക് നല്ല അത്യാവശ്യം റെസ്പോൺസ് ഉണ്ടായിരുന്നു തിയേറ്ററിനകത്ത്. പക്ഷേ പിന്നീട് ബാക്കി സിനിമകളൊക്കെ വന്നപ്പോഴും പിന്നെ ഈ സിനിമയുടെ ഒരു സ്വഭാവം അതൊരു പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു സിനിമയാണ്. അപ്പം നമുക്ക് അങ്ങനെ തള്ളിക്കയറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ OTTയിൽ വന്നപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പം അതിൽ സന്തോഷമുണ്ട്. അതിൻ്റെ ചർച്ചകളിലൊക്കെ ഹാപ്പിയാണോ? ചർച്ചകൾ ഞാൻ എല്ലാം ഒന്നും വായിക്കാറില്ല, ഓരോരുത്തരും കേൾക്കാറുണ്ട്. പക്ഷെ നടക്കട്ടെ ചർച്ച. നമ്മളിപ്പം ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത് കാണുന്നവർക്ക് അത് ചർച്ച ചെയ്യപ്പെടട്ടെ. ഡെത്ത് ഓഫ് ഓതർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഇതിലത്തെ ക്യാരക്ടേഴ്സിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ പ്രധാന ക്യാരക്ടേഴ്സായിട്ട് വന്നവരും ചെറിയ ക്യാരക്ടറായിട്ട് വന്നവർ പോലും ഭയങ്കര റിയൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ ആക്ച്വലി ഈ സിനിമ കണ്ടിട്ട് ഒരു റിവ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞു ഭയങ്കര റിയൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സായിട്ട് അനുഭവപ്പെട്ടു. നമുക്ക് ഡെയിലി അറിയുന്ന ആൾക്കാർ, ഡെയിലി കാണുന്ന ആൾക്കാർ, അത്തരത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് വന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. പ്രത്യേകിച്ച് അവരൊരു കോഴിക്കോട് സ്ലാങ്, മലബാർ സ്ലാങ് സംസാരിക്കുമ്പോൾ കൂടെ കിട്ടുന്നൊരു റിലേറ്റബിലിറ്റി ഒരു ഫാക്ടറുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് കൊണ്ടുവരുമ്പോൾ
ഇതിന്ന് എന്തെങ്കിലും ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള എന്തെങ്കിലും കഥകളോ ഈ ഒരു സ്റ്റോറിയിലേക്ക് വരുമ്പോൾ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടോ? മാത്രമല്ല ഈ ക്യാരക്ടേഴ്സൊക്കെ ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ആൾക്കാരൊക്കെ കാസ്റ്റിംഗ് എങ്ങനെയാണ് സംഭവിച്ചത്? ഇതിൻ്റെ ഒരു ജെനസിസ് എന്ന് പറഞ്ഞാൽ സ്റ്റോറീനെക്കാട്ടിന് മുമ്പ് ആ ഒരു സ്പേസ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലം, അപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലം കുറച്ചു കാലം താമസിച്ചിട്ടുള്ള സ്ഥലമാണ് കൊയിലാണ്ടി. അപ്പം എനിക്ക് വളരെ പെക്യുലറായിട്ട് തോന്നിയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെ ആൾക്കാരുണ്ട്. അപ്പം ആ സ്പേസ് വെച്ചിട്ട് എന്തെങ്കിലും ബിൽഡ് ചെയ്യണം എന്നുള്ള ഒരു മോട്ടീവ് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പം അതിലേക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നു, ആ ക്യാരക്ടേഴ്സിൻ്റെ ഇൻട്രാക്ഷനിലൂടെ വരുന്ന ഒരു ഡ്രാമ, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ജെനസിസ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ക്യാരക്ടേഴ്സിന് എനിക്ക് തോന്നുന്ന ഒരു ലൈഫ് ഉണ്ട്. കാരണം അതൊരു കഥയിലേക്ക് അവരെ കൊണ്ടുവരികയല്ലായിരുന്നു ചെയ്തത്, അവർ കാരണം രൂപപ്പെട്ട് വന്ന ഒരു കഥയാണ്. അപ്പം അത് ഏറ്റവും ക്ലോസ് ടു ലൈഫായിട്ട് തന്നെ അവതരിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക്. ഇതിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നമുക്ക് 3 ആക്ടിംഗ് പവർ ഹൗസസ് എന്ന് വിളിക്കാവുന്നവരെയാണ് കിട്ടിയിട്ടുള്ളത്. പാലൻസിയർ, ജോജു, സുരാജ്. പ്രത്യേകിച്ച് സുരാജ് ജോജുവിനെ ഏട്ടാന്നൊക്കെ വിളിക്കുമ്പോൾ വല്ലാത്തൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു നമ്മൾ ഇതുവരെ കാണാത്തൊരു ടൈപ്പ് കാസ്റ്റിംഗ് ആണല്ലോ, അതായത് സുരാജ് അനിയൻ, ജോജു ഏട്ടൻ. അത് എനിക്ക് ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തൊരു അനുഭവമായിരുന്നു. മാത്രമല്ല ഇവർ 3 പേരും ഏട്ടൻ അനിയന്മാരാണ്, ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഇവർ റിലേറ്റഡ് ആണെന്നൊക്കെ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നല്ലൊരു കാസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ 3 പേരെ തന്നെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് കിട്ടിയപ്പോൾ ഈ ഒരു സിനിമയിലേക്കോ അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിന് വന്ന പുതിയ മാനങ്ങളോ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഈ എന്താ പറയുക ടേബിളിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് പറയില്ലേ, അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവരുടെ 3 പേരുടെയും ഏറ്റവും വലിയൊരു വെൽത്ത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടർ അല്ല. ഇപ്പം എൻ്റെ ആദ്യത്തെ സിനിമയാണ്, ഞാൻ ആകെ എനിക്ക് എക്സ്പീരിയൻസ് ഇൻഡസ്ട്രിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ആകെയുള്ള ഒരു ഫിലിം സ്കൂൾ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറക്കേണ്ടി വരും, പുതിയ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ 3 പേരുടെയും ഒരു എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. അതായത് ഞാൻ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അതായത് എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അവരത് ചൂണ്ടിക്കാണിക്കുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ സെറ്റിലൊക്കെ ചില ഡയലോഗ്സ് ഒക്കെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമ എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് ആർട്ട് ഫോം ആണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും ടു ദ ടേബിൾ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കഥ എഴുതുമ്പോൾ ഇവരെ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണോ എഴുതി, അതോ വേറെ ആരെങ്കിലും മനസ്സിലുണ്ടായിരുന്നു? മനസ്സിൽ കണ്ടിട്ടെന്ന് പറയുമ്പോൾ ഞാൻ കഥ എഴുതുന്ന സമയത്ത്, അത് സ്ക്രീൻ പ്ലേ എഴുതുന്ന സമയത്തായിരുന്നു എപ്പോഴൊക്കെയാണ് ഇവരുടെ മുഖങ്ങൾ ഇങ്ങനെ വന്നത്. ആ സമയത്ത് നമ്മളങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല. നമുക്കിപ്പം എഴുതുന്ന സമയത്ത് നമ്മൾ അസോസിയേറ്റ് ചെയ്യുമല്ലോ. എസ്പെഷ്യലി ഇപ്പോൾ ഒരു മെയിൻ സ്ട്രീം ഇതിൽ പടം ചെയ്യണം എന്നുള്ളതാണെങ്കിൽ മെയിൻ സ്ട്രീം ആക്ടേഴ്സിൻ്റെ ഒക്കെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലൂടെ പോകുമല്ലോ. അങ്ങനെ എപ്പോഴോ കയറി കൂടിയതാണ് ഇവരുടെ മുഖങ്ങൾ. അപ്പോൾ പിന്നെ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇവരെ തന്നെ അപ്രോച്ച് ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പിന്നെ അങ്ങനെ നടന്നു. അവരെ കിട്ടിയില്ലേ? ഇപ്പൊ ഏകദേശം ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. 2023 തുടക്കത്തിലായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞത്. പിന്നെ അതിനുശേഷം നമുക്ക് ഒരുപാട് നമ്മുടെ പ്രൊഡക്ഷൻ മാറി. ഇനീഷ്യലി നമുക്ക് ആസാം എന്നുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ആയിരുന്നു പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ചില കാരണങ്ങൾ കാരണം. അതിനുശേഷമായിരുന്നു ഗുഡ് വില്ല് ഇത് ടേക്ക് ഓവർ ചെയ്യുന്നത്. അങ്ങനെ അവർ റിലീസ് ചെയ്തു. ഈ സിനിമയിൽ മറ്റൊരു പ്രധാന ഒരു തലം എന്ന് പറയുന്നത് നിഖിലും ആതിരയും തമ്മിലുള്ള ഒരു കെമിസ്ട്രി, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ തോമസ് മാത്യുവും ഗാർഗി ആനന്ദനും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ. അപ്പോൾ നമ്മൾ ഇവരിൽ ത്രൂ ആണ് ഈ ക്യാരക്ടേഴ്സിനെ അറിയണം. മേ ബി ഇവരിൽ ത്രൂ ആണ് കഥ പോകണമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഇവർക്കിടയിൽ, അതായത് മറ്റ് കഥാപാത്രങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന കോൺഫ്ലിക്ട്സ് ഇവർ ത്രൂ ആണ് കുറച്ചൊരു എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുന്നത്. എന്തുകൊണ്ടായിരിക്കും, ഇവരുടെ പാസ്റ്റ് എങ്ങനെയാണ്, പഴയ പ്രശ്നങ്ങൾ എല്ലാം ഇവർ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവർ സിനിമ മുന്നോട്ട് പോകുന്നവർ ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇൻഫാച്വേഷൻ എന്നൊക്കെ വിളിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞത് പിന്നീട് എന്തായാലും ചർച്ചയാവും പറഞ്ഞൊരു സംഭവം അതായിരുന്നു. വിചാരിച്ച പോലെ അത് വല്ലാത്ത രീതിയിൽ ഇപ്പോൾ ചർച്ചയാവുന്നുണ്ട്, കസിൻസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഇത് കോൺട്രവേഴ്സി ആവുന്ന മിക്കവാറും എഴുതുമ്പോൾ തന്നെ തോന്നിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു. തോന്നിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പം അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനൊരു സ്റ്റോറി ലൈനിൽ ഉൾപ്പെടുത്താമെന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഡിസൈഡ് ചെയ്യാൻ എന്താ പറയുക, ഇത് നമുക്ക് എന്തായാലും ഉൾപ്പെടുത്താം, ഇത് അതിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നൊരു ഡിസിഷനിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്. മാത്രമല്ല ഈ ഗാർഗിയുടെയും തോമസിൻ്റെയും പെർഫോമൻസ്, അവരും ഇതിലേക്ക് വന്നപ്പോൾ അതിനെക്കുറിച്ചും എന്താ പറയാനുള്ളത്? ചോദ്യത്തിന് 3 ഭാഗം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് എഴുതിയതിനെ പറ്റി. അപ്പം ഞാൻ പറഞ്ഞല്ലോ, അതൊരു ഇപ്പം ഇന്നൊരു റിലേഷൻഷിപ്പിനെ പറ്റി എഴുതാന്ന് പറഞ്ഞ് നമ്മളങ്ങനെ ഒരു ബിൽഡ് ചെയ്ത ഒരു ആർക്കൊന്നും അല്ല.
ഈ ക്യാരക്ടേഴ്സിൻ്റെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അങ്ങനെ തന്നെയാണ് ഇവരെയും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഓർഗാനിക്കായിട്ട് ഞാൻ ഇപ്പം ടെക്നിക്കലായിട്ട് സ്ക്രീൻ പ്ലേ പഠിച്ചതുകൊണ്ട് ഇപ്പം നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ടെക്നിക്കൽ ടൂൾസ് ഉണ്ട്. ഇപ്പം സ്ക്രീൻ പ്ലേ എഴുതുമ്പോഴും സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് 3 ആക്ട് സ്ട്രക്ചർ ഉണ്ട്, ഓരോ ക്യാരക്ടറിൻ്റെ ആർക്കുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു നാരായണിയുടെ സ്ക്രിപ്റ്റ് ഞാൻ അങ്ങനെ ഒരുപാട് എന്താ പറയുക, ഒരു ടെക്നിക്കലായിട്ട് നമ്മൾ ഇതിനെ കൺഫൈൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എഴുതിയൊരു സ്ക്രിപ്റ്റ് അല്ല. അത് ഓർഗാനിക്കലി എഴുതി വന്നപ്പം ഇങ്ങനെയാണ് വന്നത്. പിന്നെ സത്യം പറഞ്ഞാൽ അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ അതിനൊരു ഓക്കെ ഇതൊരു കോൺട്രവേഴ്സി ആവുമെന്നോ അങ്ങനെയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. കാരണം എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നി. കാരണം ഇവിടെ ഒരു സൈഡിൽ ആൾക്കാർ ഹേറ്റ്രഡ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര മുഴച്ച് നിൽക്കുമ്പം ആ ഫാമിലിക്കകത്ത് ഇത്രയും രണ്ടുപേർ കണ്ടാൽ ഇത്രയും ഹെയ്റ്റ് അവർ തമ്മിലുണ്ട്. അപ്പം അതേ സമയത്ത് മറ്റൊരു സൈഡിൽ അവിടെ ഒരു സ്നേഹം എന്ന് പറയുന്ന ഒരു ഇമോഷൻ അവിടെ വരിക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അപ്പം അത് തന്നെയായിരുന്നു അവിടെ പ്ലേസ് ചെയ്യാനുള്ള കാരണം. അത് കാരണം എപ്പോഴും എനിക്ക് തോന്നുന്നു ഹെയ്റ്റിനെക്കാട്ടും ഏറ്റവും ഭംഗിയുള്ള ഇമോഷൻ ലവ് ആണല്ലോ. അപ്പം അത് എപ്പോഴും എങ്ങനത്തെ ലവ് ആണെങ്കിലും അവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പം നടക്കുന്ന ഡിസ്കഷൻസ് എനിക്ക് അറിയില്ല, ഞാനങ്ങനെ ഞാനങ്ങനെ നോക്കുന്നില്ല. അതൊന്നും ചർച്ച ചെയ്യട്ടെ. അങ്ങനെ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒന്നും. ഇവരുടെ കാസ്റ്റിംഗിലേക്ക് വരുവാണെങ്കിൽ ഗാർഗി എൻ്റെ കൂടെ മുമ്പ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്ത ഡിപ്ലോമ ഫിലിം ഒരു പാതിരാ സ്വപ്നം പോലെ എന്നുള്ള പടത്തിൽ അസോസിയേറ്റ് ചെയ്തിരുന്നു. നാദിയ മാമിൻ്റെ മകളായിട്ടായിരുന്നു അഭിനയിച്ചത്, തീർത്ഥ. അപ്പോൾ അന്ന് എനിക്കറിയാം ഗാർഗിൻ്റെ ഒരു പൊട്ടൻഷ്യലും കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ആ സിനിമയിൽ ചെയ്തിരുന്നു. അപ്പം ഈ ക്യാരക്ടറും പുൾ ഓഫ് ചെയ്ത് ആക്ച്വലി ആദ്യം ഇനീഷ്യലി വേറെ ഒരുപാട് പേരെ ആലോചിച്ചിരുന്നു. അങ്ങനെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗാർഗിയിലേക്ക് എത്തുന്നത്. പക്ഷേ വൺസ് ഗാർഗി വന്നപ്പോഴേ അറിയായിരുന്നു ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നീട് അതിനും ശേഷമാണ് തോമസ് വരുന്നത്, ഇന്നാവുന്നത്. തോമസ് ഇതുപോലെ പരിചയം ഉണ്ടായിരുന്നു. ഇപ്പം ഒരു പാതിരാ സ്വപ്നം പോലെ തന്നെ കണ്ടിട്ട് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരുപാട് സമയം എടുത്തൊരു കാസ്റ്റിംഗ് പ്രോസസ്സാണ് ഈ നിഖിലിൻ്റെ ക്യാരക്ടർ. നമ്മൾ ഒരുപാട് പേരെ ഞാനൊരു ഷുവറല്ലായിരുന്നു. പക്ഷെ ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ എനിക്ക് കിട്ടിയ ഒരു ഷുവറിറ്റി ഈ നിഖിലിൻ്റെ കാസ്റ്റിങ്ങിൽ ഒരുപാട് പേരെ വെച്ചാൽ ഞാൻ എന്തോ ഒരു ക്ലിക്ക് ആവുന്നില്ല. ഒരുപാട് നമ്മൾ ഇങ്ങനെ ടീമായിട്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഫൈനലി എനിക്ക് തോന്നുന്നു നിഖിലിനെ തോമസ് വന്നു. ആ സമയത്ത് ഗാർഗിയും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈവൻ ഓഡിഷൻ പോലും ഇവർ രണ്ടുപേരെയും വെച്ചിട്ടാണ് ആ സീൻസൊക്കെ ചെയ്തത്. അപ്പം ഇവർ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി സ്ക്രിപ്റ്റിൽ എന്താണോ ഉള്ളത് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമയിൽ ഏറ്റവും ഞാൻ എൻജോയ് ചെയ്തൊരു ഘടകം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഓപ്പൺ ആണ്. അതായത് ക്ലൂസ് ഉണ്ട്, അവിടെ ഇവിടെ എല്ലാത്തിനും ക്ലൂസ് ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് തുറന്ന എല്ലാം ആൻസർ ഇതാ പറഞ്ഞ സ്പൂൺ ഫീഡ് ചെയ്യില്ല ഓഡിയൻസിന്. പ്രത്യേകിച്ച് ജോജുവിൻ്റെ ഒക്കെ ക്യാരക്ടറിൽ നമുക്ക് പലതും കാണാം. അതായത് പഴയൊരു പൂർവ്വ പ്രണയം ഉണ്ടാവാം, ഉത്സവപ്പറമ്പിലൊരു സ്ത്രീ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഒരു കണക്ഷൻ, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നീട് ജോജു ഇവരെ റിലേഷൻഷിപ്സ് ആർ എഫ്എംആർ എന്ന് പറയുന്ന ഒരു സംഭവം, അങ്ങനെ കുറേ ക്ലൂസ് ഇങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓഡിയൻസിന് ഇൻ്റലിജൻ്റ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് മെക്കാനിസമാണ് എനിക്കത് ഫീൽ ചെയ്തത്. അത് ഭയങ്കര നന്നായി തോന്നി. അത് ഞാൻ നല്ലോണം അപ്രീഷിയേറ്റും ചെയ്യുന്നു. പക്ഷെ അതേസമയം നമ്മൾ ഇപ്പോൾ ഈ കഥയെ നോക്കുമ്പോൾ നമ്മളൊരു കഥാപാത്രത്തിൽ ഈ പക്ഷം ചേരുന്നില്ല. ഇപ്പോൾ ഇയാളാണ് ശരി, ഇയാളാണ് തെറ്റ്, അങ്ങനെയൊന്നും ഈ സ്റ്റോറി ആരെയും ട്രീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നൊരു അവസ്ഥയിലും ചിലപ്പോൾ ഓഡിയൻസ് ഇതിലേതെങ്കിലും ഒരു കഥാപാത്രത്തെ ചിലപ്പോൾ മനസ്സിലാക്കാതെ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാരെ ചില ക്യാരക്ടേഴ്സിനെ ഏലിയനേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വില്ലനൈസ് ചെയ്യാനോ ഒക്കെ സാധ്യതയുണ്ട്. കാരണം ആൾക്കാർ പല രീതിയിലാണല്ലോ എടുക്കുക. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ നല്ലതെന്ന് വിചാരിച്ച് ചെയ്തൊരു സംഭവം ആൾക്കാർ വേറെ രീതിയിൽ എടുത്തു അല്ലെങ്കിൽ എടുക്കുവോ, അത്തരത്തിലുള്ള വല്ല കൺസേൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? വിശ്വന്റെ ക്യാരക്ടറിലുണ്ടായിരുന്നു. അപ്പം വിശ്വൻ കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പോകുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് വന്നിട്ടില്ല ആൾക്കാർ അതിനെ. കാരണം വിശ്വൻ പുള്ളിയുടെ ഡിസിഷൻസിന് പുള്ളി കൊടുക്കുന്ന ജസ്റ്റിഫിക്കേഷൻസ് ഉണ്ട്, അത് കറക്റ്റായിട്ട് തന്നെ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളത് കുറച്ചെങ്കിലും ഇവരുടെ റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നു കസിൻസിൻ്റെ. പക്ഷേ ഇപ്പം പറഞ്ഞ പോലെ തന്നെ അതിലൊരു ശരി തെറ്റുകളൊന്നും ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് പാസ് ചെയ്യാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്താണോ നടക്കുന്നത് അത് അതേപോലെ തന്നെ ഒരു സൈഡിലേക്കും ചേരാതെ ഒരു ന്യൂട്രലായിട്ട് കാണിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പിന്നെ ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദി ഓഡിയൻസ്. അപ്പം അങ്ങനെ ഓഡിയൻസിനെ ഞാൻ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നു എന്നല്ലോ, നമുക്ക് എങ്ങനെ വേണേലും കാണാം. ആൻഡ് ആസ് എ ഫിലിം മേക്കർ എനിക്ക് തോന്നുന്നു ആ റെസ്പോൺസ് ഞാൻ ലൈക്ക് അത് എടുക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. ലൈക്ക്
നമ്മൾ അങ്ങനെ, അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിന്റെ മേളിൽ കയറി നിന്നിട്ട് പ്രീച്ച് ചെയ്യാം, ഇത് തെറ്റാണ് ഇത് ശരിയാണ്, അല്ലെങ്കിൽ അതിനൊരു നമുക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. അതിൽ രണ്ടാമത്തെ രീതിയായിരുന്നു ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോ ഈ സിനിമ കണ്ട സമയത്തും ഇപ്പോഴുള്ള റിവ്യൂസ് ഒക്കെ നോക്കുമ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രം ജോജുവിന്റെ കഥാപാത്രം, സേതു എന്നുള്ള കഥാപാത്രം. അത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കുറെ നല്ല പോയിന്റ്സ് ഒക്കെ പറയുന്നത്, ഒരു വിഷമവും സാഡ്നെസ്സും പക്ഷേ ഫാമിലി ഒന്നിക്കണതിന്റെ സന്തോഷമൊക്കെ നല്ല രീതിയിൽ തന്നെ ജോജു നല്ല രീതിയിൽ ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തൊരു ക്യാരക്ടറാണ് സേതു. അപ്പൊ എഴുതുന്ന സമയത്തും സേതു ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത, അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഐഡിയയോ അങ്ങനെ? ഉറപ്പായിരുന്നു സേതുവിനെ തന്നെയാണ്. കാരണം സേതു ആയിരുന്നു എനിക്ക് ഈ ഞാനിപ്പോ പറഞ്ഞ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞപ്പോഴും സേതു ആയിരുന്നു ആദ്യം മനസ്സിലേക്ക് വന്നത്. സേതു എനിക്കൊരു സത്യം പറഞ്ഞ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. സേതു ഞാൻ കണ്ടിട്ടുള്ള ഒരാളെ ഇൻസ്പയർ ചെയ്തിട്ടായിരുന്നു സേതുവിനെ എഴുതിയത്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. എനിക്ക് ഒരുപാട് അടുത്തൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ആ എഴുത്തിലൂടെ ഞാൻ എങ്ങനെയോ എനിക്ക് തോന്നുന്നു ആ പുള്ളി കൂടുതൽ അറിഞ്ഞു എന്ന് തോന്നുന്നു. എൻ്റെ രീതിയിലുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആയിരുന്നു. എനിക്ക് രസമായിട്ട് തോന്നി സേതുവിന്റെ ആർക്ക് ബിൽഡ് ചെയ്യുമ്പോൾ. ഇപ്പം നേരത്തെ പറഞ്ഞ ഉത്സവ പറമ്പിലെ സീനാണെങ്കിലും ഒരു സീനേ ഉള്ളെങ്കിലും എനിക്ക് തോന്നുന്നു ഒരുപാട് അതിൽ പറയാതെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ആസ് എ റൈറ്റർ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ എനിക്ക് അറിയാം അത് ആൾക്കാരിലേക്ക് എത്തുന്നുള്ള ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു സേതുവിന്റെ ക്യാരക്ടർ. ഈവൻ സിനിമ കഴിഞ്ഞിട്ടും എല്ലാവരും പറഞ്ഞു സേതുവിനെ അറിയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലെ ഒരാളുണ്ട്, ഞാനാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞത്. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല രസമായിരുന്നു. ഇതുപോലെ ആ വീട്ടിൽ ഇതുപോലെ ഒരു ക്യാരക്ടറുണ്ട്, ഒരാളുണ്ട്. അദ്ദേഹം ഷൂട്ടിന്റെ ഇടയിൽ ഇങ്ങനെ വന്ന് പറഞ്ഞു, ഞാൻ ജോയിച്ചേട്ടൻ നിൽക്കുമ്പം എന്റെ ക്യാരക്ടറാണ് ജോയിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ ലൈഫാണ് നിങ്ങൾ കാണിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നിയിരുന്നു. ഇപ്പോൾ ജോജുവിന്റെ പെർഫോമൻസിനെ പറ്റി തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ഫാമിലി മാൻ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള ആളാണ് ജോജു, പല തരത്തിലുള്ള ഫാമിലി മാൻ. അപ്പോൾ ഞാൻ അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് എങ്ങനെ വെച്ചപ്പോൾ ജോജു ആസ് എ ഫാമിലി മാൻ എന്നൊരു കാറ്റഗറി തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിൽ തന്നെ പലതരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ള, അതേപോലെ മാസ്സായിട്ടുള്ള, പക്ഷെ ഇതിൽ ഇത്തിരി പാവം പിടിച്ച കുടുംബത്തിനെ ഒന്നാക്കാൻ ശ്രമിക്കുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അപ്പോൾ ജോജുവിൻ്റെ ആ ഒരു പെർഫോമൻസും ജോജു വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ജോജുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസിനെ എങ്ങനെയാണ് കാണുന്നത്? രസമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ആസ് എൻ ആക്ടർ മാത്രമല്ല, ഇപ്പം പുള്ളി സ്ക്രിപ്റ്റിനെ കാണുന്ന രീതിയും ഈവൻ ഇപ്പം നമ്മൾ ചില ഷോർട്സ് പറയുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും ഇത് എവിടെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എഡിറ്റിംഗിൽ ഇതിന് ശേഷം ഏത് ഷോട്ടാണ് എന്നൊക്കെ ഉള്ള ഒരു ക്യൂരിയോസിറ്റി പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഫിലിം മേക്കറും കൂടി. അതെ അതെ. പക്ഷെ ഇത് പണിക്ക് മുന്നേ ആയിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തത്. അതിനുശേഷം എനിക്ക് ആ സമയത്ത് അറിയില്ല ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മളും ആ രീതിയിൽ ചിന്തിക്കും, ഒരു ആക്ടർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്. ഓക്കെ, ഇത് ആ ഒരു ലൈക്ക് ആക്ടിങ് കണ്ടിന്യൂറ്റി ഒക്കെ ആലോചിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് ബോധർ ചെയ്യേണ്ട, ലൈക്ക് ഹി ഈസ് കേപ്പബിൾ ഓഫ് ഹാൻഡ്ലിങ് എവറിത്തിങ് എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. പിന്നെ എനിക്ക് രസമായിട്ട് തോന്നിയ ഒരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, നമ്മളൊരു ഫ്രം ജോജു ജോർജ് ടു സേതു എന്നുള്ളൊരു ട്രാൻസിഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര പെട്ടെന്നാണ്. എനിക്ക് ഓർമ്മയുണ്ട് ആ പലചരക്ക് കടയിലുള്ള സീനൊക്കെ അല്ലെങ്കിൽ വന്നു. ഞാൻ ഒരുപാടൊന്നും അങ്ങനെ ബ്രീഫ് കൊടുത്തിട്ടില്ല ആ ഒരു സീനിന്, ജസ്റ്റ് ഒരു നോർമൽ ഒരു റെഗുലർ സീനാണ്. അതന്നെ. അപ്പോൾ ഷോർട്ടൊക്കെ നമുക്ക് ചെയ്യാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അത് കിട്ടിയെന്ന് മനസ്സിലായെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് എനിക്ക് ആ ഇത് എടുത്തിട്ട് ഇതിനകത്തിട്ടിട്ട് അത് കെട്ടുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. പക്ഷേ പക്ക അങ്ങനെ ഒരു പലചരക്കടയിൽ അങ്ങനെ തന്നെയാണ് ഒരാൾ ചെയ്യുന്നത്. ആ ഒരു മാനറിസംസ് ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. കാരണം അത് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഇങ്ങനെ കെട്ടണം എന്നൊന്നും. അപ്പം ഭയങ്കര രസമായിട്ട് ചെയ്തു. അങ്ങനെ ഈവൻ ക്ലൈമാക്സിന്റെ ആ ഒരു മോണോലോഗ് ആണെങ്കിലും എനിക്കൊന്ന് സെറ്റിൽ തന്നെ എല്ലാവരും വണ്ടടിച്ചിട്ടുണ്ട്. ആ ട്രാൻസിഷൻ ഉണ്ടല്ലോ, ആക്ഷൻ പറയുമ്പോൾ വരുന്ന ട്രാൻസിഷൻ, അത് ഭയങ്കര ഗംഭീരമാണ്. പിന്നെ ഒരു സട്ടിലിറ്റി ഉണ്ട്. ഇപ്പം ചെറിയ ചെറിയ ഷോട്ട്സിലാണെങ്കിൽ ഇപ്പം തുടക്കത്തിലുള്ള ആ ഒരു പാട്ടുണ്ടല്ലോ, അപ്പൊ അതിൽ ചെയ്ത് എല്ലാവരും നോക്കുന്നുണ്ട്. പാട്ട് പാടുമ്പോൾ പുള്ളി എല്ലാവരും അഡ്രസ് ചെയ്യുന്നുണ്ട് ആ നോട്ടത്തിൽ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ആ ഒരു രീതി മാറി മാറി നോക്കുന്ന അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ എഡിറ്റിലും. അപ്പോൾ ഈ സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളെ പറ്റി പറയുമ്പോൾ, സിനിമാറ്റോഗ്രഫിനെ പറ്റി പറയുമ്പോൾ, സിനിമയോട് യോജിച്ച് നിൽക്കുന്ന നല്ല സിനിമാറ്റോഗ്രഫിനെ, പ്രത്യേകിച്ച് ഈ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ഒരു റേഷ്യോ മാറുന്നുണ്ടല്ലോ, അതെ, ആസ്പെക്ട് റേഷ്യോ മാറുന്നുണ്ട്. അതൊക്കെ നല്ലൊരു സിനിമാറ്റിക് ഡിസിഷൻ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ അപ്പു പ്രഭാകരാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തത്. അപ്പോൾ അദ്ദേഹം സിനിമയിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻപുട്സ് ഒക്കെ എത്രത്തോളം ഈ സിനിമയെ സഹായിച്ചിട്ടുണ്ട്? ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അപ്പൻ്റെ വർക്ക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്ത ഡിപ്ലോമ ഫിലിം, പിന്നെ അതിനുശേഷം ചെയ്ത ഇപ്പോൾ ഐ ടെസ്റ്റും അങ്ങനത്തെ ഫിലിംസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്തിരുന്നു അപ്പൂൻ്റെ അടുത്ത്, ഞാനിങ്ങനെ ഒരു സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ കഴിഞ്ഞിട്ട് ഒന്ന് വായിച്ച് നോക്കുമെന്ന്. അപ്പം നമ്മുടെ ഏറ്റവും റോവസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ വളരെ ഒരു ക്ലോസ് സർക്കിളിൻ്റെ അടുത്ത് മാത്രമേ ഇത് ഷെയർ ചെയ്യാറുള്ളൂ.
അപ്പോൾ ആ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞാൻ അപ്പൂന് കൊടുത്തിരുന്നു. അപ്പം ആ സമയത്ത് അപ്പൂനത് ഹുക്കായി എന്ന് പറഞ്ഞു. പിന്നീട് അപ്പവും കോഴിക്കോട് തന്നെയാണ്, കോഴിക്കോടാണ് അപ്പൻ്റെ വീട്. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ഈ കൊയിലാണ്ടിയിലേക്ക് വെറുതെ ട്രിപ്പൊക്കെ പോകുമായിരുന്നു. അപ്പം ഈവൻ ഒരു പ്രോപ്പർ പ്രൊഡക്ഷനൊക്കെ ഇന്നാവുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വണ്ടി എടുത്ത് പോകും. ഒരുപാട് ലൊക്കേഷൻസിൽ നമ്മളിങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പം ആക്വഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ആ കുളം ആണെങ്കിലും. അപ്പം ഇതിൽ പല സ്ഥലങ്ങളിലും എനിക്കൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ട്. എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉള്ള സ്ഥലങ്ങളാണ് ഇതിൽ പലതും. അപ്പം ആസ് എ സിനിമാറ്റോഗ്രാഫർ അപ്പൂനും ആ ഒരു വൈ ആം ഐ ഡൂയിങ് ദിസ് എന്നുള്ളത് അല്ലെങ്കിൽ വാട്ട് ഇസ് ഇറ്റ്സ് റിലവൻസ് എന്നുള്ളതും കുറച്ചുകൂടെ കണക്ഷൻ വരണം എന്ന് എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് അങ്ങനെ നടന്നു. പിന്നെ ഒബ്വിയസ്ലി പിന്നെ അതിനുശേഷം ടെക്നിക്കലായിട്ടുള്ള സൈഡിലേക്ക് നടന്നു. അപ്പോൾ ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രാഫറാണ്. രസമാണ് അപ്പൂൻ്റെ അടുത്ത് വർക്ക് ചെയ്യാൻ. പിന്നെ ഇപ്പം നമ്മൾ സെറ്റിലാണെങ്കിലും അഡാപ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇപ്പം നമുക്ക് ചില സാധനങ്ങൾ നമുക്ക് ചിലപ്പം പെട്ടെന്ന് ഡിസിഷൻസ് മാറ്റേണ്ടി വരും. ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ ശരിയാവില്ല അല്ലെങ്കിൽ അങ്ങനെ. അപ്പോൾ അത് പല റീസൺസ് കാരണമായിരിക്കും. അപ്പം നമുക്ക് അവൈലബിലിറ്റി ഓഫ് സാധനങ്ങളുടെ അവൈലബിലിറ്റി ആയിരിക്കും, വെതർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് സമയത്തിൻ്റെ പ്രശ്നമായിരിക്കും. അപ്പം ഒരു ഡയറക്ടറിന് ഏറ്റവും വേണ്ടത് അത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമാറ്റോഗ്രാഫറിനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ കാര്യത്തിൽ അപ്പു ബ്രില്യൻ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെ അത് നമുക്ക് പെട്ടെന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ക്വിക്ക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് അപ്പുവിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിരുന്നു. ഇതിൽ മറ്റ് ടെക്നിക്കൽ സൈഡിനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ രാഹുൽ രാജാണ് മ്യൂസിക് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടുവന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ അതിൽ രാഹുൽ രാജിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ ഒരു ചെറുപ്പകാലത്ത് കുറേ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള റൊമാൻറ്റിക് പാട്ടുകളൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ കോഹിനൂർത്തെ പാട്ടുകളും പിന്നെ ബാച്ചിലർ പാർട്ടി, ചോട്ട മുംബൈ, ഇതൊക്കെ മൂപ്പരാണല്ലോ ചെയ്ത്. അപ്പോൾ അദ്ദേഹത്തിനെ ഇതിൽ മ്യൂസിക് ചെയ്യാൻ കൊണ്ടുവന്നു. അപ്പോൾ ഒരേ സമയം മോഡേൺ ആയിട്ടുള്ളതും അതേപോലെ പഴയകാലം ഫീൽ ചെയ്യുന്ന ടൈപ്പ് പാട്ടുകളും മ്യൂസിക്കുമാണ് ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിക്കും ഈ സിനിമേനെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്? സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇത് തന്നെയാണ്. കാരണം ഞാൻ ചെറുപ്പത്തിലൊക്കെ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകൾ രാഹുൽ രാജിനാണ്. ഇപ്പം ചോട്ട മുംബൈ ആണെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇപ്പം ഋതുവിലെ പാട്ടുകൾ, ഈ പറഞ്ഞ പോലെ ബാച്ചിലർ പാർട്ടി, അങ്ങനെ എനിക്കൊന്ന് ഓരോ കാലഘട്ടത്തിലും കണക്ട് ചെയ്യാൻ ഓരോ രാഹുൽ രാജ് സോങ്സ് എനിക്കുണ്ട് ആ ഒരു മെമ്മറി വെച്ച് നോക്കുവാണെങ്കിൽ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വെറൈറ്റി ഓഫ് സോങ്സ് ഇപ്പം പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു മോഡേൺ സാധനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓർക്കസ്ട്രൽ ആയിട്ടുള്ള ഇപ്പം എൻ്റെ ഒരു മ്യൂസിക് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര വേരീഡ് ആയിട്ടുള്ള ജോണേഴ്സ് ആയിരിക്കും. ഇപ്പം ചിലപ്പോൾ ഒരു ഉറുദു ഗസൽ ഉണ്ടാവും, അതിനുശേഷം വരുന്ന നേരെ ഒരു EDM ആയിരിക്കും ഡേവിഡ് ഗെറ്റയുടെ. അപ്പം ആ ഒരു വേരീഡ് സ്വഭാവം ഈ സിനിമയുടെ സൗണ്ട് ട്രാക്കിനും ഉണ്ടായിരുന്നു നമ്മൾ എഴുതുന്ന സമയത്ത് തന്നെ. അപ്പം അതിന് യോജിച്ച ഒരു മ്യൂസിക് ഡയറക്ടർ ആയിരിക്കും രാഹുൽ രാജ് എന്ന് തോന്നി. പിന്നീട് വർക്ക് ചെയ്യുമ്പോഴും രസമായിരുന്നു. നമ്മൾ ഫസ്റ്റ് കട്ട് കാണിച്ചു, സ്ക്രിപ്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നില്ല, ഞാൻ ബേസിക് ആയിട്ടൊരു നറേഷനായിരുന്നു, ഒരു ലോങ് സിനോപ്സിസ് എന്നുള്ള രീതിയിലുള്ള ഒരു നറേഷനായിരുന്നു ആദ്യം നടത്തിയത്. പിന്നെ ഒരു ഫസ്റ്റ് കട്ട് കാണിച്ചപ്പം രാഹുലേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതായിരുന്നല്ലേ സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നീട് ഭയങ്കര രസമായിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് ഇതായിരുന്നു, വർക്കായിരുന്നു. ഈ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. അതിൽ മ്യൂസിക് എടുത്ത് പറയുമ്പം പാട്ടുകളായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ആ ഒരു ഫയർ വർക്സിൻ്റെ അവിടെ വരുന്ന ഒരു ഓർക്കസ്ട്രൽ സാധനങ്ങളല്ല, അത് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ വിരൽ തൊടും എന്നുള്ള പാട്ട്, അപ്പം ഇതൊക്കെ എല്ലാവരും പറയുന്നത് ഇപ്പോഴും എനിക്ക് വരുന്ന റെസ്പോൺസസിൽ എപ്പോഴും കിട്ടുന്നതാണ്. ഭയങ്കര കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മ്യൂസിക് ട്രാക്ക് തന്നെയാണ് രാഹുലേട്ടൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ എഡിറ്ററിന്റെ കാര്യമാണ് ജ്യോതി. അതെ, അദ്ദേഹം ഷോർട്ട് ഫിലിമില് പാതിരാ സ്വപ്നം പോലെ എന്നുള്ള ഷോർട്ട് ഫിലിമില് മൂപ്പര് തന്നെയായിരുന്നു എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു പഴയൊരു കൂട്ടായ്മയിലുള്ള ആൾക്കാരെയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൂടാതെ എഡിറ്റിംഗ് മാത്രമല്ല, ഇപ്പം ബാക്കിയുള്ള ടെക്നിക്കൽ ഫീൽഡിലും, അതായത് ഇപ്പോൾ ആർട്ടാണെങ്കിലും അല്ലെങ്കിൽ വേറെ പല ഡിപ്പാർട്ട്മെന്റിലും ഇതിന് മുന്നേ വർക്ക് ചെയ്തവരുടെ കൂടെ അല്ലെങ്കിൽ ആ ഷോർട്ട് ഫിലിം ഒക്കെ എടുത്ത് നടന്ന സമയത്ത് ഉണ്ടായിരുന്നവരെയൊക്കെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? ഇവരുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന, അതായത് ഈ പഴയ ടീമിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഇല്ലേ, അതെങ്ങനെയുള്ളതായിരുന്നു? എനിക്കൊന്നും മൊത്തത്തിലൊരു ഫിലിം സ്കൂൾ SRFTI ഗ്യാങ് ആണ് ഇത് പറഞ്ഞത്. എല്ലാ HODസും ഫിലിം സ്കൂൾ SRFTI തന്നെയാണ്. ആർട്ട് ഡയറക്ടർ FTI എന്നാണ്, പ്രൊഡക്ഷൻ ഡിസൈനർ. ബാക്കി ഇപ്പം അപ്പു SRFTI ആയിരുന്നു, എഡിറ്റർ ജ്യോതി SRFTI ആണ്, സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്ത് SRFTI ആണ്. അപ്പം ആ ഒരു കൂട്ടായ്മയാണിത്. ഇപ്പോൾ ജ്യോതിയുടെ കൂടെ ഞാൻ എൻ്റെ ഫിലിം സ്കൂളിൽ ഞങ്ങൾ ബാച്ച്മേറ്റ്സ് ആണ്. അപ്പോൾ എല്ലാ പ്രൊജക്റ്റും ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്തത്. അപ്പം പുള്ളിക്കാരൻ മലയാളി അല്ല, ഒറീസ എന്നാണ്. അപ്പം എനിക്ക് തോന്നുന്നു എഡിറ്ററിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനം ലാംഗ്വേജ് ആണ്, അതെ. പക്ഷെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോ ഉണ്ട്. ഇപ്പം ഞാൻ അധികവും ഇംഗ്ലീഷിലാണ് സ്ക്രിപ്റ്റ്സ് എൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാവുക. പിന്നീട് സെക്കൻഡ് ഡ്രാഫ്റ്റിലേക്കാണ് ഞാനത് മലയാളത്തിലേക്ക് എഴുതാൻ തുടങ്ങാറ്.
അതാ എഴുത്തിൽ എനിക്ക് വന്നിട്ടുള്ളൊരു ശീലമാണ് അങ്ങനെ ഇംഗ്ലീഷിൽ എഴുതി പിന്നെ മലയാളത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആദ്യം തൊട്ടേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു ക്ലോസ് സർക്കിളിൽ വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഓൾറെഡി ഒരു ഇംഗ്ലീഷ് ഡ്രാഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതൊന്നൊരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഈ സിനിമ എന്താണെന്നും ഈ സിനിമയുടെ പേസ് എന്താണെന്നും വൃത്തം എന്താണെന്നും ഒക്കെ അറിയാം. പിന്നെ ഒബ്വിയസ്ലി നമ്മളൊരു ഫസ്റ്റ് കട്ടിന് ശേഷം, അതായത് ഈ റഷസ് ഒരു ലൈനപ്പ് കഴിഞ്ഞൊരു റഫ് കട്ട് എന്ന് പറഞ്ഞ സ്റ്റേജിന് ശേഷം ആ സമയത്ത് ഞാനും ഇരിക്കും. അവിടെയാണ് ഈ ഡയലോഗ്സിൻ്റെ ഒക്കെ ഒരു ഫൈൻ ട്യൂണിങ് വരുന്നത്. ചിലപ്പം നമ്മളിപ്പം മലയാളത്തിൽ ഫ്രേസ് ചെയ്യുന്ന ഒരു സെന്റൻസ് അത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഹിന്ദിയിലേക്ക് മാറ്റുമ്പോൾ അവിടുത്തെ ആ ഒരു ഘടന മാറുമല്ലോ, ആ ഒരു സ്ട്രക്ചർ മാറുമല്ലോ ആ ഒരു സെന്റൻസിന്റെ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ എഡിറ്റിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കതൊരു ഹാൻഡിക്യാപ്പായിട്ട് തോന്നിയിട്ടില്ല ഒരു ലാംഗ്വേജ് അറിയില്ല എന്നുള്ളത്. കാരണം സിനിമയുടെ ലാംഗ്വേജ് ഇറ്റ്സ് ബിയോണ്ട് ഒരു ഭാഷയുടെ ഇതിനൊക്കെ പുറത്താണ് ഒരു സിനിമയുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു രസമായിട്ടുള്ള ഒരു കൊളാബറേഷനാണ്. പിന്നെ അത് പറഞ്ഞ പോലെ തന്നെയാണ് സൗണ്ട് ഡിസൈനിങ്ങിലും. അഗെയിൻ ജയദേവൻ ചക്കാട്, ജെ ഡി എന്നാണ് ഞങ്ങൾ വിളിക്കുക. ജെ ഡിയുടെ വർക്ക്സ് ഒക്കെ, ജെ ഡി ഒരുപാട് സീനിയറാണ് ഞങ്ങളുടെ. അപ്പം ആ സമയം തൊട്ടേ നമ്മൾ ഭയങ്കര അഡ്മയർ ചെയ്തിട്ടുള്ള വർക്ക്സാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ സിനിമയിലെ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റേജ് ആയിരുന്നു ഇതിൻ്റെ സൗണ്ട് ഡിസൈനിങ്. ഞാൻ ഒരുപാട് പഠിക്കാൻ പറ്റി എനിക്കിപ്പം. പലപ്പോഴും നമ്മൾ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ പോലും സൗണ്ടിന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന സ്റ്റേജ് ആണല്ലോ. അപ്പം നമ്മൾ ഏറ്റവും എക്സോസ്റ്റഡ് ആയിട്ടുള്ള സമയമായിരിക്കും സൗണ്ടിലേക്കൊക്കെ എത്തുമ്പോൾ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി സൗണ്ട് ഡിസൈനറിൻ്റെ മേലിൽ കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പം ഇതിലെത്തിയപ്പം എനിക്ക് ഒരു വലിയൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് വരെ ഉണ്ട്. അതുകൊണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞത് തിയേറ്ററിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള. അപ്പം നമ്മൾ ഈ സറൗണ്ടിൽ ഈ ചെറിയ ചെറിയ എലമെന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ അത് ഭയങ്കര തോട്ട്ഫുള്ളി പ്ലേസ്ഡ് ആണ്. ഈ ഓരോ ഇപ്പം നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ക്ലോക്കിന്റെ ടിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ആ ട്രെയിനിന്റെ ഒരു ആംബിയൻസ് ആണെങ്കിലും എല്ലാം അത് വേണമെന്ന് വിചാരിച്ചിട്ട് അവിടെ ആലോചിച്ചിട്ട് പ്ലേസ് ചെയ്ത സാധനങ്ങളാണ്. അപ്പം അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സായിരുന്നു. ഇപ്പോൾ സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണല്ലോ പഠിച്ചത്. സിനിമ ടെക്നിക്കലി പഠിക്കാൻ പറ്റിയ ഒരാളുമാണ്. ഷോർട്ട് ഫിലിംസൊക്കെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഒരു ടെക്നിക്കലി പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് സിനിമേനെ അപ്രോച്ച് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു? അപ്പോൾ ഈ ടെക്നിക്കലി പഠിച്ചതിനപ്പുറം ഇപ്പോൾ റിയൽ ലൈഫിൽ ഒരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഓൾറെഡി ഒരു പഠനം കിട്ടിയതുകൊണ്ട് പ്രിപ്പയർഡ് ആയിരുന്നോ എന്തിനും ഫേസ് ചെയ്യാന്നുള്ള തരത്തിൽ? എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പം സിനിമ പഠിക്കണം എന്നുള്ള ആ ഒരു സോൾ എയിമാണ്. അവിടെ നമുക്ക് കിട്ടുന്ന സിനിമയെ മാത്രമേ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എങ്ങനെ ഒരു പ്യുവറസ്റ്റ് ഫോം ഓഫ് സിനിമയിലേക്ക് നമുക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളൊരു സംഭവമാണ് അവിടെ നടക്കുന്നത്. എനിക്ക് പേഴ്സണലി ഞാൻ ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ലൈഫിലെ സ്റ്റേജാണ് അവിടെ ചിലവഴിച്ചിട്ടുള്ള ഒരു 4 കൊല്ലം. ഒരുപാട് പഠിക്കാൻ പറ്റി. നമുക്കിപ്പോൾ ഡെയിലി ഈവനിങ് സ്ക്രീനിങ്സ് ഉണ്ടാവും. അപ്പം ആ സ്ക്രീനിങ്സിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു പുതിയ ഫിലിം മേക്കറിനെ ഡിസ്കവർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വണ്ടർ അടിക്കാറുണ്ട്, നമ്മൾ എന്തുകൊണ്ട് ഇത് നേരത്തെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര മെമ്മറബിളാണ്, എക്സൈറ്റിംഗ് ആയിരുന്നു. ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് ആ സ്പേസിന്. സിനിമയെക്കുറിച്ച് മാത്രമല്ല, ഇങ്ങനെ നമ്മുടെ ഒരു വേൾഡ് വ്യൂ ആണെങ്കിലും നമ്മൾ ജീവിതത്തിനെ എങ്ങനെ നോക്കിക്കാണുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ആ സ്പേസിന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിന്നീട് ഇപ്പം പക്ഷേ നമ്മളൊരു പുറത്തേക്ക് വരുന്ന സമയത്താണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് അത് മാത്രമല്ല സിനിമ എന്നുള്ളത്. അതൊരു വലിയ ലേണിംഗ് ആണ്. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ നടക്കുന്ന ഒരു നമ്മൾ ചെയ്യേണ്ട ഒരു അഡാപ്റ്റിംഗ് പ്രോസസ്സുണ്ട്. നമ്മൾ ഒരുപാട് ലേണിങ്സ് ഉണ്ട്, അതിൽ ഒരുപാട് അൺലേണിങ്സ് ഉണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൂടുതൽ നമുക്ക് ചെയ്യേണ്ട സിനിമ എന്ന് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ കാണുന്ന സിനിമകൾ ഇപ്പം ഇപ്പം യൂറോപ്യൻ സിനിമകളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടിയോർ സിനിമകൾ എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്നതാണെങ്കിലും അതൊരു എന്തുകൊണ്ടാണ് ഓട്ടിയോർ സിനിമകൾ എന്ന് വിളിക്കുന്നത്? അപ്പം അത് വേറൊരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓഡിയൻസിന് വേണ്ടി ചെയ്യുന്ന അല്ലാത്തത് കൊണ്ടാണല്ലോ അതിനെ വിളിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് പുറത്തേക്ക് വരുമ്പോഴാണ്. ഇപ്പം നമ്മൾ ഒരു ഓഡിയൻസ് എങ്ങനെ ഇത് കണ്ട് അവരെങ്ങനെ എടുക്കും എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, അതെനിക്ക് തോന്നുന്നു നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ വന്നിട്ടേ ഇല്ല. ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്ത പ്രൊജക്ട്സ് ഒക്കെ എന്ന് വെച്ചാൽ എനിക്കിതാണ് ചെയ്യേണ്ടത്, ഇതാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ നോക്കിക്കാണുന്നത്. പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ അതല്ല. അതാണ് ബേസിക് ഡിഫറൻസ്, ആദ്യത്തെ ഒരു ഡിഫറൻസ്.
പിന്നീട് ഒബ്വിയസ്ലി ഇപ്പം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന പ്രൊജക്ട്സ് എല്ലാം ഇപ്പം SRFT ഒരു ഗവൺമെന്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്ക് നമ്മുടെ ഒരു പ്രൊജക്ടിന് ഇന്നൊരു ബഡ്ജറ്റ് തരും, ആ ബഡ്ജറ്റിൽ നമ്മൾ തീർത്തു കൊടുക്കണം, ഇതെല്ലാം നമുക്ക് അറിയുന്നതാണ്. പക്ഷെ പുറത്തെന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ഒരു മുതൽ മുടക്കുള്ള ഒരു ഇതാണ്, ഒരു ബിസിനസ്സാണ് ടു ബി ഓണസ്റ്റ്. അപ്പോൾ അതിൽ ആസ് എ ഡയറക്ടർ നമ്മൾ ഇത്രയും വലിയ ഒരു ബഡ്ജറ്റിന് നമ്മൾ ആൻസറബിൾ ആണ്. ഹൗ യു യൂട്ടിലൈസ് ദിസ് പെർട്ടിക്കുലർ എമൗണ്ട്, അതെങ്ങനെ തിരിച്ചു കിട്ടും, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ആലോചിക്കണം. അതൊക്കെ പുതിയ ഒരു തോട്ട് പ്രോസസ്സാണ്. നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ബിസിനസ് സൈഡ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം, ഈ സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. സിനിമ ചെയ്യുന്നതൊക്കെ സെയിം തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. ടെക്നിക്കലി എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ അതിലേക്ക് ഒരു ബിസിനസ് ഫാക്ടർ ആഡ് ചെയ്യുമ്പം അത് ഭയങ്കരമായിട്ടുള്ളൊരു ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ പഠിച്ചതൊന്നുമല്ല. ആ സമയത്ത് നമ്മൾ ഒരുപാട് റൊമാൻറ്റിസൈസ് ചെയ്തിരുന്ന സിനിമകളും ഫിലിം മേക്കേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇവിടെ എത്തിയിട്ട് അത് കംപ്ലീറ്റ്ലി അതിനെല്ലാം എന്താ പറയുക പൊളിച്ചടക്കുക എന്നൊക്കെ പറയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ പഠിച്ച സമയത്ത് തന്നെ ചെയ്ത ഒരു പാതിര സ്വപ്നം പോലെ എന്നുള്ള ഷോർട്ട് ഫിലിം ലൈക്ക് എ മിഡ്നൈറ്റ് ഡ്രീം, അതെ, അത് കുറേ റെക്കഗ്നീഷനും കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത സിനിമയാണ്. അപ്പോൾ നല്ല സിനിമയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും എനിക്ക് അട്രാക്ട് ചെയ്ത ഒരു മെയിൻ ഫാക്ടർ നാദിയ മൊയ്തുവിന്റെ പെർഫോമൻസ് തന്നെ. അവരാണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പോൾ ഇമോഷൻസ് കൺവേ ചെയ്യുക, ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സ്റ്റഡി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോറിയുമാണ്. നാദിയ മൊയ്തു എങ്ങനെയാണ് ആ ഒരു സിനിമയിലേക്ക് വരുന്നത്, എങ്ങനെയാണ് അവരെ അപ്രോച്ച് ചെയ്യാൻ പറ്റുക, അവരെങ്ങനെയാണ് അതിന്റെ ഭാഗമാവുന്നത് എന്നുള്ളത്? അത് നല്ല രസമാണ്. കാരണം ഇതൊരു സ്റ്റുഡൻറ് പ്രോജക്റ്റ് ആണല്ലോ. അതെ. അപ്പം എഗെയിൻ എഴുതിയപ്പം ഞാനിങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ മനസ്സിൽ വന്നതാണ് എഗെയിൻ സെയിം അത് തന്നെയായിരുന്നു. അപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ക്രൂവിൽ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് പരിപാടികളൊക്കെ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ മനസ്സിൽ നാദിയ മാമാണുള്ളത്, പക്ഷേ ഒരു ചെറിയ പ്രൊജക്റ്റാണ്, അതിലേക്ക് എങ്ങനെ ഇത്രയും ഒരു എന്താ പറയുക ഇത്രയും വലിയൊരു സ്റ്റാറിനെ അല്ലെങ്കിൽ ഒരു ആക്ട്രസിനെ ഇൻവൈറ്റ് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചു. പക്ഷെ അവരായിരുന്നു പറഞ്ഞു നമുക്കൊന്ന് ചോദിച്ചാൽ അപ്രോച്ച് ചെയ്ത് നോക്കാം, എന്ത് വരാനാണെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്തു, ഇങ്ങനെ ഇതാണ് ഇങ്ങനെ SRFT പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്, ഞങ്ങളുടെ ഡിപ്ലോമ ഫിലിമിന് വേണ്ടിയിട്ടാണ്, സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് നോക്കാമോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് അയക്കാൻ പറഞ്ഞു മാം. അപ്പോൾ അയച്ചെടുത്തപ്പം ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ലൈക്ക് ഡെഫിനറ്റ്ലി ഒരു മദർ ഡോട്ടർ റിലേഷൻഷിപ്പ് ആണല്ലോ അതിൽ. അപ്പോൾ അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. പിന്നെ അത് നടന്നു ആ പ്രൊജക്റ്റ് കൂടുതലുണ്ടായി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവരുടെ സൈഡിൽ നിന്ന് ഒരു വലിയ ജെസ്ചറാണെന്ന് എനിക്ക് തോന്നി. അത്രയും ഒരു സ്റ്റുഡൻറ് ഫിലിമിനെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു ആർട്ടിന്റെ അടുത്ത് അത്രയ്ക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ നാരായണീന്റെ 3 ആൺമക്കളും പാതിര സ്വപ്നം പോലെയുള്ള സിനിമ ഇപ്പൊ ഇത് രണ്ടും നോക്കിയ ചെറിയ ചില സിമിലാരിറ്റീസ് ഉണ്ട്. അതായത് ഒന്നാമത് ക്യാരക്ടർ സ്റ്റഡിയാണ്. അപ്പൊ നാരായണീന്റെ 3 ആൺമക്കളും നമുക്ക് ഒരു തരത്തിൽ ക്യാരക്ടർ സ്റ്റഡി എന്ന് വിശേഷിപ്പിക്കാം. ഇതും പ്രത്യേകിച്ച് ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്. അതായത് കോൺഫ്ലിക്റ്റിനും അല്ലെങ്കിൽ ഒരു ഇഷ്യൂലൊക്കെ കൂടെ അവരെങ്ങനെ അത് ഫേസ് ചെയ്യുന്നു, എങ്ങനെ മറികടക്കുന്നു. പക്ഷേ ഈ രണ്ടിനും ഓപ്പൺ എൻഡിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഓഡിയൻസിന് വിട്ടുകൊടുത്തിരിക്കുക, നിങ്ങൾ തീരുമാനിച്ചോ എന്താ സംഭവിച്ചതുള്ളത്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ പ്രീക്വൽ അല്ലെങ്കിൽ സീക്വൽ ആണോ നാരായണീൻ്റെ 3 ആൺമക്കൾ, അങ്ങനെയൊക്കെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവില്ല. കാരണം എല്ലാം ഇമോഷൻസ് ആണ്. ഈ ഒരു ക്യാരക്ടർ സ്റ്റഡി അല്ലെങ്കിൽ ഈ ഇമോഷണൽ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഒരു ഫേവറേറ്റ് ജോണർ എന്ന് വിളിക്കാൻ പറ്റുന്നത്. ശരിയുണ്ട്. അതെ, തീർച്ചയായിട്ടും. ക്യാരക്ടർ സ്റ്റഡി മാത്രമല്ല, ഇപ്പം എന്നെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആണ്. അതിപ്പം ഈ 2 കേസിൽ ഇതൊരു ഫാമിലിക്ക് അകത്താണ് വരുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഒരു ഏത് ടൈപ്പ് ഓഫ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആണെങ്കിലും, അതിപ്പം നമ്മുടെ ഒരു റൊമാൻറ്റിക് പാർട്ട്ണറുമായിട്ടുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഒരു കോ വർക്കറുമായിട്ടാണെങ്കിലും, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ഡെയിലി ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒരു കോ പാസഞ്ചറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ആണെങ്കിലും, ഇതിലൊക്കെ നമ്മൾ സോ കോൾഡ് ബനാൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ കാര്യമില്ലാത്ത ഭയങ്കര ചെറിയൊരു ഇൻട്രാക്ഷൻ എന്ന് വിളിക്കുന്ന കാര്യങ്ങളിൽ പോലും ഇൻഹറൻ്റ് ആയിട്ട് അവിടെ ഒരു ഡ്രാമ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ പോസിബിലിറ്റീസിനെ പുഷ് ചെയ്യണത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അവിടെ എന്തൊക്കെ സംഭവിക്കാം, അവിടെ ഓക്കെ ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള പോസിബിലിറ്റീസ് എന്നെ വളരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഭയങ്കര ഒരു ട്രിപ്പാണ് ആലോചിച്ച് അതിൻ്റെ പിറകെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് രസമുള്ള ഒരു പ്രോസസ്സായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ കഥകളിലൊക്കെ അങ്ങനെ ആ ഒരു സ്വഭാവം വരുന്നത്. പിന്നെ ഓബ്വിയസ്ലി ക്യാരക്ടർ സ്റ്റഡീസ് എന്ന് പറയുമ്പം നമ്മൾ ഈവൻ ലൈഫിലാണെങ്കിലും നമ്മൾ അപ്പുറത്തിരിക്കുന്ന ഒരാളെ മനസ്സിലാക്കാൻ പലപ്പോഴും അധികം എഫേർട്ട് ഇടാറില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ ഒരു ഡെയിലി ഇൻട്രാക്ഷൻസിലൊക്കെ. പക്ഷേ വൺസ് അത് ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറായിട്ട് അത് മാറാൻ പറ്റും. നമ്മൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യുന്ന ആളുകളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ,
ഇപ്പം ഈവൻ നമ്മളൊരു ട്രാഫിക് ജാമിലിരിക്കും പിറകിലൊരു ചെറുതായിട്ടൊന്നും മാറിയിട്ടില്ലെങ്കിൽ പോലും നമ്മളിങ്ങനെ ഹോൺ അടിച്ച് ഇതാക്കുന്ന ഒരു ശീലമുണ്ടല്ലോ. പക്ഷെ അതൊക്കെ കുറച്ചുകൂടെ നമ്മൾ ആൾക്കാരെ മനസ്സിലാക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊരു എംപത്തറ്റിക് ആയിട്ട് ഇതൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഈ ഒരു ക്യാരക്ടർ സ്റ്റഡി എന്ന് പറയുന്ന കാര്യം അതിൽ നിന്നിട്ടാണ് വരുന്നത്. നമ്മൾ കൂടുതൽ ആൾക്കാരെ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നാണ് ഇത് വരുന്നത്. പിന്നെ ചോദിച്ച കാര്യം ഓപ്പൺ എൻഡിങ്ങിനെ കുറിച്ചാണ്. പാതിരാ സ്വപ്നത്തിൽ അത് കറക്റ്റ് ഓപ്പൺ എൻഡിങ് ആണ്. നമ്മള് ഇനി എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. കാരണം അതായിരുന്നു അതിന്റെ കഥ. നദിയ മാമിന്റെ ക്യാരക്ടർ, അതായത് ഈ അമ്മയുടെ ക്യാരക്ടർ മകളെ കൺഫ്രണ്ട് ചെയ്യുന്നു, ഇത് ചോദിക്കാൻ വരുന്നു എന്നുള്ളത് അടുത്താണ് ആ ആർക്ക് തീരുന്നത്. പിന്നെ എന്തായെന്നുള്ളതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം അത് അരമണിക്കൂറിന്റെ പ്രൊജക്റ്റ് ആയിരുന്നു, പക്ഷെ 37 മിനിറ്റ്. അപ്പൊ അത് ഓൾറെഡി എനിക്ക് അവിടെ നിർത്തണം. പക്ഷെ അതായിരുന്നില്ല റീസൺ. ആ കഥ ആർക്ക് അവിടെ തീരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു റീസൺ. പക്ഷെ നാരായണിയിലേക്ക് വരുമ്പോൾ എനിക്ക് അത് അങ്ങനെ ഓപ്പൺ എൻഡിങ് ആണെന്ന് തോന്നിയിട്ടില്ല. ഞാൻ കൃത്യമായിട്ടുള്ള ക്ലൂസ് അവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ക്ലൂസ് അതിലുണ്ട്. അതായത് സീരീസ് ഓഫ് അവസാനത്തെ ഒരു കുറച്ച് ഷോർട്സ് ഒന്ന് പരിശോധിച്ചാൽ അത് കറക്റ്റ് ആയിട്ട് എന്താണെന്നുള്ളതുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ആരൊക്കെ എഴുതിയിരുന്നു അത് നമ്മൾ എടുക്കുന്ന രീതിയിലാണെന്നൊക്കെ ഉള്ളത്. പക്ഷെ ആ ഒരു ഇന്റർപ്രിട്ടേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെ ഒരു റീഡിങ് അതിന് വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടം. ഡാം എന്നുള്ള ഷോർട്ട് ഫിലിം, അത് കൂടാതെ പിന്നെ ഫോർ ക്ലിൻഡ് എന്നുള്ള ഡോക്യുമെന്ററിയുടെ ട്രെയിലറും കണ്ടു. അപ്പൊ അതിലാണെങ്കിലും അത് ഡോക്യുമെന്ററി കാണാൻ പറ്റിയില്ല, പക്ഷെ ഡാം എന്നുള്ള ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും കുറച്ചൊക്കെ ഇമോഷണലി, അത് ഇത്തിരി കൂടെ സോഷ്യലി ഒരു ഇഷ്യൂവിനെ പറ്റി ഇത്തിരി കൂടെ പഴയതാണ് തോന്നുന്നു, ആദ്യകാലത്ത് ചെയ്തൊരു സാധനം. അപ്പോൾ എല്ലാം ഈ ഒരു ഇതാണല്ലോ. അപ്പോൾ പറഞ്ഞ ഇമോഷണൽ ക്യാരക്ടർ സ്റ്റഡീസ് ആണ് ഫേവറേറ്റ്. അപ്പം ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ജോണറിൽ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആഗ്രഹങ്ങളോ, ഒരു ഡ്രീം കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡ്രീം പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഡ്രീം കാസ്റ്റ് എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ പ്രോജക്റ്റിനും എനിക്ക് ഡ്രീം കാസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. പാതിരാ സ്വപ്നം ആണെങ്കിലും ഈ സിനിമയാണെങ്കിലും ഒക്കെ. അപ്പം അത് എനിക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. പക്ഷേ ജോണർ ഓഫ് കോഴ്സ് എനിക്ക് എല്ലാ സിനിമയും വേറെ വേറെ ജോണറിൽ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഇപ്പം എനിക്ക് ആക്ഷൻ സിനിമകൾ ചെയ്യണമെന്നുണ്ട്, കോമഡി ചെയ്യണമെന്നുണ്ട്. അപ്പം ഇനി ചെയ്യുന്ന ചിലപ്പോൾ ഒരു കോമഡി ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ എല്ലാം സൈഫൈ ചെയ്യണമെന്നുണ്ട്, ഒരു മാസ് കമേഴ്ഷ്യൽ എൻ്റർടൈനർ ചെയ്യണമെന്നുണ്ട്. അപ്പം ആഗ്രഹം എല്ലാം ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഇനി ചെയ്യാൻ പോകുന്ന ഇപ്പം അടുത്തൊരു സിനിമയെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? അത് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്? സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം അതിലുള്ളത് ഇപ്പം ഒബ്വിയസ്ലി നാരായണി കഴിഞ്ഞിട്ട് ഇപ്പം 2 കൊല്ലത്തോളം ആയി ഷൂട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് സമയം ഉണ്ടായിരുന്നു എഴുതാനും പറ്റും. അപ്പം ഞാൻ കുറച്ചായിട്ട് എഴുതുന്ന, ഞാൻ എഗെയിൻ കുറച്ചൊരു എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു സ്റ്റോറി ഉണ്ട്. അപ്പം അത് കുറച്ച് ലോങ് പ്രോസസ്സ് ആയിരിക്കും. എനിക്ക് എഴുതാൻ ഇനിയും സമയം വേണമെന്ന് തോന്നിയിട്ടുള്ളവർ, അല്ലെങ്കിൽ അതൊരു പൂർണ്ണതയിലേക്ക് എത്താൻ ഇനിയും സമയം വേണമെന്ന് തോന്നിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. പക്ഷെ അതല്ലാതെ ഞാൻ എഴുതാത്തൊരു കഥ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് കാലമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. വേറെ റൈറ്ററിന് അതിപ്പോൾ നടക്കുന്നുണ്ട്. അത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഞങ്ങളത് പിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഒഫീഷ്യലി പറയാനുള്ള സ്റ്റേജ് ഒന്നും ആയിട്ടില്ല, ഉടനെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മലയാളം സിനിമ കോൺസ്റ്റന്റ്ലി ഇവോൾവിങ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ജോണറൊക്കെ മെയിൻ സ്ട്രീമിലേക്ക് വന്നു തുടങ്ങി. ഇപ്പോൾ സോംബി ഫിലിമുകളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഒരു മാറുന്ന മലയാള സിനിമയിൽ ഇപ്പോൾ കുറേ ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള കുറേ യങ് ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു നിരയിലേക്ക് ശരണം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ശരണിൻ്റെ സിനിമകൾ ആൾക്കാർ ഇനി വരാൻ പോകുന്ന സിനിമകളാണെങ്കിൽ ഇപ്പോൾ നാരായണിയൊക്കെ ആണെന്നുണ്ടെങ്കിലും എത്തരത്തിലാണ് ആൾക്കാർ അപ്രോച്ച് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ആലോചിക്കാറുണ്ടോ? അല്ലെങ്കിൽ ഈ യങ് ഡയറക്ടേഴ്സിൻ്റെ ഇടയിൽ എവിടെയാണ് ശരൺ സ്വയം പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളത്? എവിടെയും പ്ലേസ് ചെയ്തിട്ടില്ല. ആദ്യത്തെ ഭാഗം എഗെയിൻ അങ്ങനെ എനിക്കൊരു ഒരു നോഷനോട് കൂടെ, പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള നോഷനോട് കൂടെ എൻ്റെ സിനിമകൾ വന്ന് കാണരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സിനിമ അടുത്ത സിനിമയിൽ നിന്നിട്ട് വ്യത്യസ്തമായിട്ടിരിക്കണം എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ തന്നെ എഗെയിൻ ഇപ്പം പാതിരാ സ്വപ്നം പോലെയും നാരായണിയും തമ്മിൽ ഇപ്പോൾ പാരലൽസ് ഇപ്പം നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതുപോലെയുള്ള കോമണാലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പം എനിക്ക് ഇതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയും അങ്ങനെ ഒരു എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് ഡ്രാമയൊക്കെ തന്നെ എല്ലാ സിനിമകളിലും ഉണ്ടാവണം എന്നുള്ള താല്പര്യമുണ്ട്. കുറച്ചുകൂടെ ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മളൊക്കെ നമുക്കറിയാവുന്ന ആൾക്കാരാണല്ലോ എന്നൊക്കെ തോന്നിപ്പിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ശരൺ, ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന്. ഇനിയും മികച്ച സിനിമകൾ ശരൺ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം.